നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു ടിക്ടോക്സ്. തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്ന് നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് തമിഴകം മാത്രമല്ല കേരളത്തിലെ സിനിമാ പ്രേമികളും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പതിറ്റാണ്ടുകളായി DMKയും AIADMKയും മാത്രം അടക്കി വാണിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഒരു വലിയ ഭൂകമ്പം പോലെയാണ് ദളപതി വിജയുടെ തമിഴക വെട്രിക്കഴകം കടന്നു വന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇതാണ്: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി വലിയൊരു വിപ്ലവം ഉണ്ടാകുമോ? വെറും സിനിമാ താരം എന്ന ലേബലിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വിജയ് എത്തുമോ? നമുക്ക് നോക്കാം. പല സൂപ്പർ സ്റ്റാറുകളും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. MGRലും ജയലളിതയിലും തുടങ്ങിയ ആ ചരിത്രം കമൽഹാസനിലൂടെയും രജനീകാന്തിലൂടെയും കടന്ന് ഇപ്പോൾ വിജയിലേക്ക് എത്തി നിൽക്കുകയാണ്. പക്ഷേ വിജയുടെ വരവ് വ്യത്യസ്തമാണ്. കരിയറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം പൂർണ്ണ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. എന്നിരുന്നാലും DMKയും AIADMKയും ഭരിക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മൂന്നാമതൊരു ശക്തിയായി മാറാൻ വിജയ്ക്ക് കഴിയുമോ? വിജയുടെ പാർട്ടിക്ക് ഭരണം പിടിക്കാൻ കഴിയുമോ? വിജയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദമാണ്. തമിഴ്നാടിന്റെ മുക്കുമൂലകളിൽ പോലും അദ്ദേഹത്തിന് ശക്തമായ കേഡർ സംവിധാനമുണ്ട്. ദളപതി എന്ന ബ്രാൻഡ് വാല്യൂ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ മൈലേജ് ആണ്. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും മത്സരിച്ച വിജയ് താൻ വെറും ഒരു താരമല്ല, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുള്ള നേതാവാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ബൂത്ത് തലത്തിലുള്ള സംഘടനാ പ്രവർത്തനം മുതൽ സോഷ്യൽ മീഡിയയിലെ ആധിപത്യം വരെ TVK കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഇറങ്ങിയത്. അതുപോലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അഴിമതിയില്ലാത്ത ജനപക്ഷമുള്ള ഒരു ഭരണമാണ് അവർ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുവാനുള്ള വിജയുടെ കഴിവും ആത്മാർത്ഥതയും അദ്ദേഹം ഊന്നിപ്പറയുന്ന സാമൂഹിക നീതി, ജാതി, മത വിവേചനമില്ലാത്ത ഭരണം, അഴിമതിക്കെതിരായ യുദ്ധം തുടങ്ങിയവ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. TVK എന്ന പാർട്ടിയുമായി വിജയ് ഇറങ്ങുമ്പോൾ യുവാക്കൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുപോലെ ഇതുവരെ വോട്ട് ചെയ്യാൻ മടിച്ചു നിന്നവരുടെയും പിന്തുണ വിജയ്ക്ക് ലഭിച്ചു വന്നത് ശ്രദ്ധേയമാണ്. എന്നാലും തമിഴ്നാട്ടിലെ വലിയ പാർട്ടികൾക്ക് ശക്തമായ ദ്രാവിഡ പ്രത്യയശാസ്ത്രമുണ്ട്. അനുഭവ സമ്പത്തുള്ള വലിയ രാഷ്ട്രീയ കുറുക്കന്മാരോട് പൊരുതുക എന്നത് ചെറിയ കാര്യമല്ല. തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വേരുകൾ, ഭരണത്തിന്റെ സങ്കീർണതകൾ ഇതൊക്കെ മറികടക്കാൻ ഒരു സൂപ്പർ സ്റ്റാറിന് കഴിയുമോ? സിനിമയിലെ തിരക്കഥയല്ലല്ലോ ഭരണം. വിജയ്ക്ക് അതിന് കഴിയുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഫലം എന്തുതന്നെയായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല. വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടിയത് തന്നെ വലിയൊരു വിജയമാണ്. ഇനി അറിയേണ്ടത് തമിഴകത്തിന്റെ വിധി ആരുടെ കയ്യിലാണ് എന്നതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിനിമയിലെ മാസ് എൻട്രി പോലെ രാഷ്ട്രീയത്തിലും അദ്ദേഹം ചരിത്രം കുറിക്കുമോ? വിജയ് തമിഴ്നാട് ഭരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെയോ പഴയ ശക്തികൾ ഭരിക്കുമോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.